ഈ നല്ല ഇരുട്ടുണ്ടല്ലേ? നല്ല ഇരുട്ടാ. പിന്നെ മഴ കൂടിയ സമയത്ത് ഞാൻ ഇവിടെ വലിച്ച് കുറച്ച് ഇങ്ങനെ ചെരുവിൽ കയറി പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ ചേച്ചീൻ്റെ മോൻ്റെ കാലിങ്ങനെ എൻ്റെ ജീപ്പ് അടിച്ച് ലോക്കായിട്ടുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു മാമനാണോ എന്ന് വിളിച്ചു. എന്നോട് ചോദിച്ചപ്പോൾ മാമനാടാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു മാമ എൻ്റെ കാല് മാത്രം ഒന്ന് കുടുങ്ങിയിട്ടുള്ളത് എടുത്തു വിട്ട് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരെയും രക്ഷിക്കാം. മക്കളൊക്കെ പോയോ ചോദിച്ചു എന്നോട്. ഞാൻ പറഞ്ഞു ആരുമില്ല, നമ്മൾ തന്നെ ഉള്ളൂ എന്ന്. അപ്പം അത് കഴിഞ്ഞ് ഞാൻ അവരോട് പറഞ്ഞ് എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ആവണില്ല. ഞാൻ തൊട്ട് നോക്കി കഴിഞ്ഞപ്പോൾ ജീപ്പാണ് തോന്നുന്നുണ്ട്, എനിക്ക് ആവൂല എന്ന് പറഞ്ഞു. അപ്പം മാമൻ ആരെങ്കിലും കൂട്ടിയിട്ട് വാ, അമ്മേനെ ഇവിടെ ഇരുത്തുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ഇരുത്തി. കുറേ ആൾക്കാർ മുകളിൽ കൂടെ ടോർച്ചടിച്ച് കൊണ്ട് ആരും നമ്മളെ അടുത്തേക്ക് വരുന്നുണ്ട്, എല്ലാവരും പേടി കൊണ്ടാണ്. അങ്ങനെ ഞാൻ മുട്ടുകുത്തി കയറിപ്പോയി. ഒരു ചെറിയൊരു തുണിക്കണ്ണം കിട്ടി, അത് എടുത്ത് കൊടുത്ത് മുട്ടുകുത്തി മുകളിലേക്ക് കയറിപ്പോയി. എങ്ങോട്ടാണ് പോകേണ്ടത് നമുക്കറിയില്ല. അവിടെ നിന്ന് ഇവിടുന്നൊക്കെ വെളിച്ചം കാണിക്കുന്നു. അപ്പം നമുക്ക് അടുത്ത് ഈ വീടിൻ്റെ മോൾ ഭാഗമാണെന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ ആ ലൈറ്റ് അടിക്കുന്നതായിട്ട് ഞാൻ അങ്ങോട്ട് കയറിപ്പോയി. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ പറഞ്ഞു അങ്ങനെ താഴെ ഭാര്യയും കുട്ടികളും എല്ലാവരും ഉണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു അവർ, നീ മുകളിലേക്ക് കയറ്, അവരെ ഞങ്ങൾ രക്ഷിച്ചോളാന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ മുകളിലേക്ക് കയറി. പിന്നെ എനിക്ക് താഴേക്ക് ഇറങ്ങാൻ പറ്റില്ല, എന്നെ കൊണ്ട് അവിടെ ഇരുത്തി. എനിക്ക് തലയൊക്കെ കറങ്ങി നടക്കാൻ പറ്റാണ്ടായിപ്പോയി. ഞാൻ ഡൗൺ ആയിപ്പോയി. എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി എന്നായിപ്പോയി. അങ്ങനെ അടി കുടുങ്ങിയിട്ട് അത് കഴിഞ്ഞ് പിന്നെ ഏട്ടന്മാർ വന്നിട്ട് അവനെ ഇവർക്ക് നടക്കാൻ പറ്റാണ്ടായി. പിന്നെ ഒരു ബെഡ്ഷീറ്റ് സാരിയൊക്കെ കൊണ്ടുവന്നിട്ട് അതിലിരുത്തിയിട്ട് അവരെടുത്തിട്ട് പോയി. ഏട്ടന്മാർ വന്ന് 2 ഏട്ടന്മാരും ബാക്കിയുള്ളവരൊക്കെ കൂടി വന്ന് ജീപ്പ് തള്ളി മറയ്ക്കാൻ നോക്കി. അപ്പം അതിൻ്റെ ഇടയിൽ ഈ ജീപ്പ് തള്ളി മറയ്ക്കാൻ പറ്റണില്ല. അങ്ങനെ ഒരു കല്ല് ഞരങ്ങണ സൗണ്ട് കേട്ടപ്പോൾ എൻ്റെ മൂത്തേട്ടനോട് പറഞ്ഞ്, എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്, മുകളിലേക്ക് കയറിക്കോ. ഒരാൾ താഴെ ഒരാൾ മുകളിലേക്ക് കയറിക്കോ, എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് അടുത്ത പൊട്ട് വന്ന്. മൂന്നാമത്തെ പൊട്ടായിരുന്നു അത്. രണ്ടാമത്തെ ആണോ മൂന്നാമത്തെ ആണോ നമുക്ക് കറക്റ്റ് അറിയാം. ഞങ്ങള് ശരിക്കും ഫസ്റ്റത്തെ പൊട്ടിലാണ് പോണത്. അതിന് മുമ്പ് പൊട്ടിയിട്ടുണ്ടോ നമുക്ക് അറിയില്ല. അങ്ങനെ ഇവന് ചേച്ചീൻ്റെ മോന് ഇവരെ കണ്ടു കഴിഞ്ഞതും ഏട്ടന്മാരിത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞത്, ഞങ്ങൾക്ക് അവനെ രക്ഷിക്കാൻ പറ്റിയില്ല, ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ ആയിരുന്നു പറഞ്ഞത്. ഞങ്ങളെ കണ്ടു കഴിഞ്ഞപ്പോൾ അവനക്ക് ഭയങ്കര സന്തോഷമായി. മാമ നിങ്ങൾ വന്നോ, എൻ്റെ കാല് മാത്രം ഒന്ന് രക്ഷിച്ചാൽ എടുത്തു വിട്ടാൽ മതി മാമ, എനിക്ക് വേറെ ഒന്നും സംഭവിച്ചില്ല. അങ്ങനെ അവൻ പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് അവർ രക്ഷിക്കുന്ന സമയത്ത് അടുത്ത പൊട്ടുമെന്ന് അവർ ഓടി മുകളിലേക്ക് കയറിയില്ലെങ്കിൽ അവരും പോയിട്ടുണ്ട്. അപ്പോൾ ഏട്ടന്മാരോട് അവൻ പറഞ്ഞത്, മാമ എന്നെ വിട്ടിട്ട് പോവല്ലേ. അങ്ങനെ ഒരു നിമിഷ നേരം കൊണ്ട് അണുവില്ലാണ്ടായി. അപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായി ഇവിടെ ഇരിക്കണ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ കാല് കുടുങ്ങിയത് ഇവനടച്ചപ്പോൾ ഞാൻ ആ കൈ പിടിച്ച് വന്നത് എൻ്റെ അമ്മേൻ്റെ കൈയാണ് പിടിച്ചു വന്നത്. പിന്നെ ഒരുപാട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ വീടിന് മുകളിലുള്ള ആളുകൾ താഴേക്ക് ഇവളെ രക്ഷിക്കാൻ വേണ്ടി വന്നപ്പോൾ നിൻ്റെ അമ്മയും കുട്ടിയൊക്കെ ചവരയിൽ കുളിച്ച് അവിടെ ജീപ്പിൻ്റെ താഴെ കിടക്കണുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതുവരെ എല്ലാവരും പറഞ്ഞ മൂത്ത മോൻ കോഴിക്കോട് ചികിത്സയിലാണ്. അങ്ങനെ പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന സമയത്ത് അവിടെ നിന്നൊക്കെ എന്നോട് പറഞ്ഞു, മോന് ഹോസ്പിറ്റലുണ്ട്, കോഴിക്കോടുണ്ട്, കുഴപ്പമില്ല, മൂത്ത മോനുണ്ട്, ബാക്കിയുള്ളവനൊക്കെ അവരെ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം പിന്നെ ഞാൻ പിന്നെ അതിനെക്കുറിച്ച് ചോദിച്ചില്ല, മൂത്ത മോനുണ്ടോ ഇല്ലേ അതിനെക്കുറിച്ച് ഞാൻ ചോദിച്ചില്ല. പിന്നെ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ശ്മശാനത്ത് കൊണ്ടിട്ടതാണ് നിന്റെ മൂത്ത മോൻ പറഞ്ഞു. ഇപ്പോൾ ടി വിയിലൊക്കെ കാണിക്കില്ലേ 3 മക്കളെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട്, അതെൻ്റെ 3 മക്കൾ. അമ്മയെ വീട്ടിലുണ്ടായിരുന്നില്ലേ? അപ്പോൾ അമ്മ അതുവരെ ഏട്ടൻ്റെ കൂടെ ആയിരുന്നു. അമ്മ എന്നെ വിളിച്ചു, കൂട്ടാൻ വരണം, ജീപ്പ് എടുത്തിട്ട് പോകാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എണ്ണല്ല, ഞാൻ വരില്ല എന്നൊക്കെ പറഞ്ഞു. വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോൾ കുട്ടികൾക്കുള്ള ബിസ്ക്കറ്റ് പാലൊക്കെ ആയിട്ട് ഓട്ടോറിക്ഷ വിളിച്ച് വന്ന് എൻ്റെ സാധാരണ അങ്ങനെ കൂട്ടാൻ പോയില്ലെങ്കിൽ എൻ്റെ അടുത്ത് ചൂടായാലാണ്. എന്നിട്ട് ദേഷ്യപ്പെടുത്തിട്ട് സംസാരിക്കില്ല. സ്വന്തം വണ്ടി ഉണ്ടായിട്ട് കൂട്ടാൻ പറ്റും, ഞാൻ ആരാൻ്റെ വണ്ടിയിൽ വരണമെന്നൊക്കെ ചോദിച്ച് ചൂടായാലും. അന്ന് വൈകുന്നേരം എന്നെ കണ്ട് എൻ്റെ അടുത്തൊന്നും പറഞ്ഞില്ല, ചിരിച്ച്. ഞാൻ പറഞ്ഞു ഇത്ര മഴയല്ല, എന്തിനാണ് വെറുതെ വന്ന്. അപ്പം തമാശയിൽ കൂടെ എന്നും പറയും പോലെ അമ്മ എന്നോട് പറഞ്ഞു, പോകുകയാണെങ്കിൽ നമുക്ക് ഒന്നിച്ച് പോകാം. അപ്പം പിന്നെ
ഇപ്പം ഞങ്ങൾ മാത്രം ബാക്കി ഇതൊരു രക്ഷപ്പെടലായിട്ട് ഞങ്ങൾക്ക് തോന്നണില്ല. നിങ്ങളിപ്പോൾ എവിടെയാണ് താമസിക്കുന്നത്? ഞങ്ങൾ അവിടുന്ന് ഒരു ചുരമല ഒരു 13 കിലോമീറ്റർ ഇപ്പുറത്താണ്. ഞങ്ങൾ രണ്ടുപേരും മാത്രം. ഇയാൾക്ക് കാര്യമായിട്ട് പരിക്കുവല്ലോ പറ്റിയായിരുന്നു? അതോ എവിടെയൊക്കെ പരിക്കുണ്ടായിരുന്നു? എല്ലൊക്കെ മൊത്തം പൊടിഞ്ഞിരുന്നു. കുറേ കാലം ആശുപത്രി കിടന്നില്ലേ? 1 മാസത്തോളം കിടന്നു. പിന്നെ വാരിയെല്ല് പൊട്ടിയിരുന്നു. ഇപ്പൊ 2 സർജറി കഴിഞ്ഞു. ഇപ്പോഴും ചികിത്സ ഉണ്ടപ്പോ അല്ലേ? ഇല്ല, ഇപ്പൊ കഴിഞ്ഞു അല്ലേ? IVF-ന്റെ ട്രീറ്റ്മെന്റ് പ്രസവം നിർത്തിയിരുന്നു. IVF ചെയ്യാന്ന് വിചാരിച്ചു. അത് ശരി. ഓക്കെ. ഈ ഇപ്പൊ നിങ്ങൾക്ക് അപ്പൊ വീടില്ല അല്ലേ? ഇല്ല, ആ വീട് ഗവൺമെന്റിലുണ്ട്. ഗവൺമെന്റ് വീടുണ്ട് അല്ലേ? ആ ടൗൺഷിപ്പിലുണ്ട്. ടൗൺഷിപ്പിലുണ്ട്. അപ്പം ഇതേ ഇപ്പം ജോലിക്ക് പോകുന്നുണ്ടോ അതോ? ഞാൻ പോകുന്നുണ്ട്. എനിക്ക് 900-ലേക്ക് ഇങ്ങനെ പോകുമ്പോൾ ഓഫ് റോഡാണ്. 2 പ്രാവശ്യം അടുപ്പിച്ച് കയറി കഴിഞ്ഞാൽ എനിക്ക് ഈ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു വേദന വരും. ഇങ്ങനെ വേദന ഒന്ന് ഇതിലെങ്ങനെ ഈ കറക്റ്റ് ഇതിൽ മാത്രമായിട്ട് വേദന വരിക, എന്നിട്ട് ഈ കണ്ണ് കലങ്ങും. അപ്പം ഞാൻ കൂടുതൽ തിരക്കുള്ള ദിവസങ്ങളിൽ ഞാൻ വേറെ ആളെ പറഞ്ഞു വിടും. അപ്പം ഞാൻ ഡോക്ടറെ കാണിച്ച സമയത്ത് നിങ്ങൾ ഇപ്പം ആദ്യം ഉണ്ടായതുപോലെയല്ല, നിങ്ങളൊരു വലിയൊരു ദുരന്തം കഴിഞ്ഞ് വന്നതാണ്, നിങ്ങൾ കഴിയുന്നതും കൂടുതൽ റെസ്റ്റ് എടുക്കുക, അങ്ങനെ മെല്ലെ മാറുള്ളൂ, അങ്ങനെ നിങ്ങൾ വിചാരിക്കും പോലെ ഒന്നും പെട്ടെന്നൊന്നും മാറില്ല എന്താ പറഞ്ഞു. പിന്നെ നമ്മൾ ഈ കൈ ഇങ്ങനെ കൂടുതൽ നേരം തൂക്കിയിട്ട് കഴിഞ്ഞാൽ എനിക്ക് വേദന വരും. അതേപോലെ ഈ കടച്ചിൽ വരും, കണ്ണിൻ്റെ അവിടെ കലങ്ങും, ഈ റൈറ്റ് സൈഡ് കണ്ണും. അപ്പോൾ ഒരു ശരി ഇങ്ങനെ ഒരു തൂക്കിയിട്ട് നടക്കുന്നതിന് നല്ലത് ഇങ്ങനെ ലോക്ക് ചെയ്തിട്ട് നടക്കാം, എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട് ഒരു ബെൽറ്റ് എന്തെങ്കിലും ഇട്ട് അങ്ങനെ നടക്കാം. ഓക്കെ. അപ്പം താങ്കൾക്ക് എന്തെങ്കിലും ജോലി ചെയ്യാൻ പറ്റുന്ന അവസ്ഥയായോ ഇപ്പോൾ? ഇപ്പൊ ഒന്നും വേണ്ടെന്ന് വിചാരിച്ചിട്ടാ. IVF ട്രീറ്റ്മെന്റിലാണ് ഇപ്പൊ. മാസം ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോണം. മനസ്സിലായി. ഓക്കെ. ഇപ്പൊ അപ്പോ ഈ വീട് കിട്ടുന്നവർ എവിടെ താമസിക്കുന്നത്? വാടകയ്ക്കാണ്. മേപ്പാടിയിൽ. ഓക്കെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.